പണ്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടായിരുന്നു, ഞാൻ ആർട്ട് ഫിലിമിൽ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന്. അങ്ങനെയുള്ള സംവിധായകരുടെ കൂടെ മാത്രമേ അഭിനയിക്കുകയുള്ളൂ എന്ന്. അത് മാറ്റിയെടുത്തത് IV ശശി എന്ന് പറയുന്ന വലിയ സംവിധായകനാണ്. IV ശശി എടുത്തത് മുഴുവൻ കമേഴ്ഷ്യൽ സിനിമകളാണ്. കമേഴ്ഷ്യൽ സിനിമയിലെ ഏറ്റവും മുകളിലത്തെ, ആ ഷോക്കേസിലെ ഏറ്റവും മുകളിലത്തെ വരിയെ കൊണ്ടുവയ്ക്കാൻ പറ്റുന്ന സിനിമകളാണ് IV ശശി എടുത്തിട്ടുള്ളതെല്ലാം. ഏത് സിനിമ എടുത്ത് നോക്കിയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധായകൻ്റെ കൂടെ ഒരു സിനിമയിൽ അഭിനയിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. അനുഭൂതി എന്നാണ് സിനിമയുടെ പേര്. അതിൽ നായകൻ സുരേഷ് ഗോപിയാണ്, 3 നായികമാരാണ്. ഖുശ്ബു, വാണി വിശ്വനാഥ്, പിന്നെ കാർത്തിക എന്നിട്ട് പറയുന്നൊരു കുട്ടി. അതിൽ ശരിക്കും ഞാൻ ചെയ്യാൻ പറ്റുന്ന വേഷം ഈ പെൺകുട്ടികളുടെ ഈ 3 നായികമാരാണ്. സിസ്റ്റേഴ്സാണ്. അവരുടെ അമ്മാവനായിട്ടാണ്, അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടികളുടെ അമ്മാവനായിട്ടാണ്, അവരുടെ കുടുംബത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളായിട്ടാണ്. അത് ശരിക്കും ഒടുവിൽ ഉണ്ണികൃഷ്ണൻ വെച്ചിരുന്ന വേഷമാണ്. അപ്പോൾ അദ്ദേഹത്തിന് വേറെ സിനിമയുടെ എന്തോ ഷൂട്ടിംഗ് ഡേറ്റ് മാറിയത് കാരണം ഇതിൽ വരാൻ പറ്റിയില്ല. അത് കണ്ടിന്യൂ ചെയ്ത് പോയത് കാരണം ഇതിൽ വരാൻ പറ്റിയില്ല. അങ്ങനെ ആണ് എന്നെ, അപ്പോഴത്തേക്കും ഞാൻ ആ നാരായം എന്ന് പറയുന്ന സിനിമയൊക്കെ ചെയ്തു. അതും കോഴിക്കോടായിരുന്നു ഷൂട്ട്. IV ശശിയുടെ മിക്കവാറും എല്ലാ സിനിമകളും കോഴിക്കോട് ഷൂട്ടിയാണ്. മഹാറാണിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ ആ സിനിമയിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചെയ്യാൻ വച്ചിരുന്ന വേഷം ഞാൻ ചെയ്തു. അത് കമേഴ്ഷ്യൽ സിനിമയിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സിനിമ ഏതാണ്ട് 2-3 ദിവസമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഈ ശശി സാർ, IV ശശി, അദ്ദേഹം ഒരു നിങ്ങൾ ഇങ്ങനത്തെ സിനിമകളിലൊന്നും അഭിനയിക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നിങ്ങൾ മറ്റേ അടൂർ സാറിനെ പോലെയുള്ള വലിയ ആൾക്കാരുടെ സിനിമ അല്ലെങ്കിൽ ആർട്ട് സിനിമകളിൽ അഭിനയിക്കുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നിങ്ങൾ വളരെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണല്ലോ, ഒരു അഭിനേതാവാണല്ലോ, ആക്ടറാണല്ലോ. ഇതുവരെ നിങ്ങളെന്താ മറ്റേ കമേഴ്ഷ്യൽ സിനിമയിൽ വരാത്തതെന്ന് ചോദിച്ചു. ഞാനായിട്ട് അങ്ങനെ ആരോടും അങ്ങനെ ചോദിക്കാറില്ല. അത് അടൂർ സാറിനോടും ചോദിക്കാറില്ല, കമേഴ്ഷ്യൽ സിനിമയിലുള്ള ആൾക്കാരോടും ചോദിക്കാറില്ല. അതെൻ്റെ ഒരു സ്വഭാവമാണ്. അത് ശരിയായിട്ടുള്ള ഒരു കാര്യം പറയാം, എൻ്റെ സ്വഭാവമാണ് അത് ശരിയായിട്ടുള്ള സ്വഭാവമാണെന്ന് ഞാൻ പറയില്ല. അഭിനയിക്കണമെന്ന് ആഗ്രഹമുള്ളവരെല്ലാവരും അവരവർ തന്നെ ഡയറക്ടേഴ്സിനെയോ പ്രൊഡ്യൂസേഴ്സിനെയോ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ്സിനെയൊക്കെ വിളിക്കുകയും അവരോട് ചാൻസ് ചോദിക്കുകയും ചെയ്യണം എന്നാണ്. അങ്ങനെ ചോദിക്കാത്ത ഒരു സ്വഭാവമാണ് എനിക്കുള്ളത്. അത് നല്ല സ്വഭാവമല്ല. അപ്പോൾ IV ശശിയുടെ ഈ സിനിമയിൽ പറഞ്ഞു, നിങ്ങൾ ഇതുപോലത്തെ സിനിമയിൽ അഭിനയിക്കുന്നത് എനിക്കറിയില്ലായിരുന്നു, പിന്നെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നൊക്കെ പറയും. അപ്പോൾ എനിക്ക് ഈ IV ശശിയോടുള്ള സ്നേഹവും ബഹുമാനവും എന്താണെന്ന് വെച്ചാൽ, ഒരു 10% ടെക്നീഷ്യനാണ് പുള്ളിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. ക്യാമറ അത് ഏത് ക്രെയിനിലായാലും ശരി, ട്രോളിയിലായാലും ശരി, ക്രെയിനിലായാലും എത്ര ഹൈറ്റുള്ള ക്രെയിനിലായാലും ശരി, പുള്ളി കയറി ഇരുന്ന് ക്യാമറ ഓപ്പറേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ, ഓപ്പറേറ്റ് ചെയ്ത് മുഴുവൻ കണ്ടതിന് ശേഷം മാത്രമേ ക്യാമറമാൻ്റെ കൊടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഈ ക്രൗഡ് സീൻസ് എടുക്കുമ്പോൾ ക്യാമറ എങ്ങനെ ആ ഫീൽഡിൽ, ആ ഫ്രെയിമിൽ ഒരൊറ്റ ഒരു പിൻ വയ്ക്കാൻ പോലും സ്ഥലം കാണില്ല. ഫുൾ ആൾക്കാരെ നിറച്ച് നിർത്തും. നിറച്ച് നിർത്തിയാൽ എല്ലാവരെയും കാണാനും പറ്റും. അതൊരു ഭയങ്കര കഴിവാണ് പുള്ളിയുടെ. നമ്മുടെ മലയാള സിനിമ കണ്ടതിലൊരു ഒരു ഭയങ്കര ടെക്നീഷ്യൻ. ഒരു വർഷം ഏതോ ഒരു വർഷം പുള്ളി 13 സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷം 13 സിനിമ എടുത്തിട്ടുണ്ട്, ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് പുള്ളി. അതും ഹൈദരാബാദിലും ചെന്നൈയിലുമായിട്ട്. രാത്രി ഹൈദരാബാദിൽ പോവും, രാവിലെ ചെന്നൈയിൽ വരും. അങ്ങനെ പുള്ളി ഫിലിം ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മളെ മലയാളത്തിന് നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ പ്രായമായി എന്നൊക്കെ പറയാം, എന്നാലും മലയാളത്തിൻ്റെ ഒരു അനുഗ്രഹീതനായ സംവിധായകനായിരുന്നു IV ശശി. IV ശശി എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ തിരക്കാണ്. അതിനിടയ്ക്ക് ഇപ്പോൾ അത്യാവശ്യം മദ്യപാനമുണ്ട്, അങ്ങനെയുള്ള ഇതെല്ലാം ഉണ്ട്. ഇതൊക്കെ എന്തൊക്കെ ആയാലും ശരി, രാവിലെ ആകുമ്പോൾ പുള്ളി കുളിച്ച് റെഡി, 5 മണിക്ക് റെഡിയായി തൊപ്പിയൊക്കെ വെച്ച് മഹാറാണിയുടെ ഇതിൽ കാണും,
റൂമിൻ്റെ ഉള്ളിൽ ഒരു വരാന്ത പോലത്തെ ഉണ്ട്, ആ വരാന്തയിൽ കാണും പുള്ളി. അത്ര എന്താ പക്ക ടെക്നീഷ്യനാണ് പുള്ളി, സിൻസിയറായിട്ടുള്ള ടെക്നീഷ്യനാണ്. അനുഭൂതിയിൽ ഞാൻ പറഞ്ഞല്ലോ വാണി വിശ്വനാഥും ഖുശ്ബുവുണ്ട്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരിക്കുന്ന വാണി വിശ്വനാഥനാണ് അന്നത്തെ അതനുസരിച്ച് വാണി വിശ്വനാഥനാണ് ധൈര്യം കൂടുതലെന്നാണ്. പക്ഷേ അതിൽ പാമ്പിനെ പിടിക്കുന്ന ഒരു രംഗമുണ്ട്. എന്ത് ചെയ്താൽ ഈ വാണി വിശ്വനാഥ് പാമ്പിനെ പിടിക്കില്ല. അതേസമയം നമ്മൾ പാവമെന്ന് വിചാരിച്ച ഖുശ്ബു ഉണ്ടല്ലോ, ഖുശ്ബു അത് ആ പാമ്പിനെടുത്ത് കഴുത്തിൽ കൂടെ ഇടുമായിരുന്നു. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കാരണം നമ്മൾ വിചാരിക്കുന്നത് ഖുശ്ബുവിന് അല്ല, വാണി വിശ്വനാഥനാണ് ധൈര്യം, വാണി വിശ്വനാഥ് പാമ്പിനെ പിടിക്കാനൊക്കെ എടുത്ത്. ഇതങ്ങനെയല്ല. വാണി വിശ്വനാഥ് ഇതിന് അടുത്ത് പോകാൻ പോലും പേടിയാണ്. ആ പാമ്പിൻ്റെ ഒരു സീനുണ്ടായിരുന്നു അതിൽ. അപ്പോൾ ഖുശ്ബു ഇതൊക്കെ മൈൻഡ് ചെയ്യാൻ എടുത്ത് കഴുത്തിൽ കൂടെയൊക്കെ ഇട്ടിരിക്കുന്നു. രണ്ട് അസാമാന്യ പ്രതിഭകളുടെ കൂടെ ഒരുമിച്ച് അഭിനയിക്കാൻ പറ്റിയൊരു സിനിമയാണ് നോട്ടം എന്ന് പറയുന്ന സിനിമ. ശശി പരവൂർ സംവിധാനം ചെയ്ത നോട്ടം എന്ന് പറയുന്ന സിനിമ. അത് പട്ടാമ്പി ആ ഭാഗത്തൊക്കെ ആയിരുന്നു ഷൂട്ട്. നെടുമുടി വേണുവാണ് സെൻട്രൽ ക്യാരക്ടർ ചെയ്യുന്നത്, ചാക്യാരായിട്ട്. അതിൽ നെടുമുടി വേണുവിൻ്റെ ഒരു പെർഫോമൻസ് ഉണ്ട്. നെടുമുടി വേണു ഈ കൂടിയാട്ടം പെർഫോം ചെയ്യുന്നുണ്ട് അതിനകത്ത്. ഇപ്പോൾ കൂടിയാട്ടം പഠിച്ച ആളല്ല, പക്ഷെ അത് പെർഫോം ചെയ്യുന്നത് കണ്ടാൽ പുള്ളി കൂടിയാട്ടം പഠിച്ച ആളല്ല എന്ന് തോന്നുന്നില്ല. അതുപോലെ തന്നെ അതിൽ ജഗതി ശ്രീകുമാറും അതിൽ വിദൂഷകനായിട്ട്, ഈ കൂടിയാട്ടത്തിൽ വിദൂഷകനായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അതിൽ അപ്പോൾ കലാമണ്ഡലത്തിൽ നിന്ന് കൂടിയാട്ടം അധ്യാപകരെയാണ് ഇതിന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് അത് പറഞ്ഞു കൊടുക്കാനും പഠിപ്പിക്കാനും ഒക്കെ ആയിട്ട്. ആ ഷോട്ടിന് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കും, ആ സമയത്ത് പറഞ്ഞു കൊടുക്കും. ആ തിമില വായിക്കുന്നതൊക്കെ ഇവർ തന്നെയാണ്, കലാമണ്ഡലത്തിലെ അധ്യാപകർ തന്നെയാണ്. അപ്പോൾ ഇവർ വന്നിരുന്ന് ഈ രാവിലെ തൊട്ട് ഉച്ചവരെ ജഗതി ശ്രീകുമാറിന് ആ സീക്വൻസ് പറഞ്ഞു കൊടുത്തു. ഉച്ചയ്ക്ക് ശേഷം ജഗതി ശ്രീകുമാർ സീൻ എടുക്കാൻ തുടങ്ങിയപ്പോൾ ഒറ്റ ടേക്കിൽ എല്ലാം ഓക്കെയാണ്. ഇതെങ്ങനെ ചെയ്യുന്നു? അവർ തന്നെ അന്തം വിട്ടുപോയി. കാരണം അവർ എത്രയോ കാലം സാധകം ചെയ്ത് മെയ്വഴക്കൊക്കെ ഉണ്ടാക്കിയെടുത്ത് എണ്ണയിട്ട് തിരുമ്മി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയെടുക്കുന്ന മെയ്വഴക്കും ഈ ശബ്ദ ക്രമീകരണവും ഒക്കെ നിഷ്പ്രയാസം ഈ നടൻ ചെയ്യുന്നു, ജഗതി ശ്രീകുമാർ എന്ന് പറയുന്ന ആൾ. ഈ നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ഒരു സീനുണ്ട്. അതിൽ ഈ ജഗതി ശ്രീകുമാറിൻ്റെ ക്യാരക്ടർ എൻ്റെ ക്യാരക്ടറിനെ എന്നെ വിളിച്ചുകൊണ്ട് പോയി മദ്യപിക്കുന്നൊരു സീൻ. ഞാൻ മദ്യപിക്കാത്ത ആളാണ്, പക്ഷേ ഇയാൾ വിളിച്ചുകൊണ്ട് പോയി മദ്യപിച്ചിട്ട് ഫിറ്റാക്കി എന്നെ കൊണ്ട് എൻ്റെ വീട്ടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ആരും അറിയാതെ വരാന്തയിൽ കൊണ്ട് വെച്ചിട്ട് ശരിക്കും കൊണ്ടുവച്ചിട്ട് പോവുകയാണ്. കൊണ്ടുവച്ചിട്ട് പോകുമ്പോൾ അത് കൊണ്ടുവച്ചിട്ട് പോകുന്നു, ഇതേ ഉള്ളൂ സീന്. അപ്പോൾ കൊണ്ടുവച്ചിട്ട് പോകുമ്പോൾ ആദ്യം ഇത് കഴിഞ്ഞിട്ട് ടേക്കിൽ അതിൽ എനിക്കൊരു ഇത് തോന്നി. അപ്പോൾ ഒന്നാമത് സംസ്കൃതമാണ്, കൂടിയാട്ടമാണ്. അപ്പോൾ ഞാൻ ചെയ്ത ഒരു നാടകത്തിൽ ഒരു ചാക്യാരുടെ വേഷം ഞാൻ ചെയ്തിട്ടുണ്ട്. നരേന്ദ്രപ്രസാദിൻ്റെ തന്നെ മാർത്താണ്ഡവർമ്മ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് പറയുന്ന ഒരു നാടകമുണ്ട്. അതിൽ ദൈവം എന്ന് പറയുന്ന ക്യാരക്ടറാണ് ഞാൻ ചെയ്തത്, ദൈവമായിട്ടാണ് അഭിനയിച്ചത്. ആ ദൈവം ചാക്യാരുടെ മേക്കപ്പിലും ചാക്യാരുടെ സംഭാഷണമൊക്കെ ആയിട്ടാണ് അതിൽ അന്ന് ചെയ്തത്. അപ്പോൾ അതിൻ്റെ കുറേ ശ്ലോകങ്ങൾ എനിക്ക് അന്ന് ഞാൻ പഠിച്ചു വെച്ച ശ്ലോകങ്ങൾ ഓർമ്മയുണ്ടായിരുന്നു. അപ്പോൾ ഇയാൾ എന്നെ കൊണ്ട് കിടത്തിയിട്ട് പോകുമ്പോൾ ഈ അബോധാവസ്ഥയിൽ ഞാൻ ചൊല്ലുന്നതായിട്ട് ദാതാരോ വഞ്ചിതാരാം സമരവിജയിന സാഗരന്തം ധരിത്രീം രക്ഷന്ത കീർത്തിവന്ത ഖലകുലവലരേ ഹന്ത ദൈർഘൃണ്യവന്ത കർത്താരാസൽക്രിയാണാം നയനിപുണതയോ വിശ്വമാതു കടാക്ഷശ്രേണി ഭൃംഗാരവിന്ദായിത നിജധനവസേവിനിയാദരേന്ദ്ര. ഈ ശ്ലോകം ഞാനത് അറിയാതെ അപ്പോൾ വന്നു പോയതാണ്. ഒന്നാമത് കൂടിയാട്ടമാണല്ലോ സബ്ജക്റ്റ്. അപ്പോൾ ഈ കൂത്തിലുള്ളൊരു ശ്ലോകമാണ്. ഇത് കണ്ടിട്ട് ജഗതി ശ്രീകുമാർ പറഞ്ഞു, നമുക്കിത് ഒന്നുകൂടെ എടുക്കാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡയറക്ടർ പുള്ളിയൊക്കെ പറഞ്ഞ് അവന് ഡയറക്ടർ സമ്മതിക്കായിരിക്കും, ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ
ഈ ഞാൻ അതുപോലെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തിയിട്ട് കൊണ്ട് ചാരി വെച്ചതാണ്. കൊണ്ടുവച്ച് അവിടെ കിടന്ന് ഞാൻ അവിടെ ഇരുന്ന് ഞാൻ തന്നെ ഈ ശ്ലോകമൊക്കെ ചൊല്ലിയപ്പോൾ ഈ പുള്ളി ഇങ്ങനെ നോക്കി നിന്നിട്ട് ഇതെവിടെ നിന്നായി സംസ്കൃതം ചേർത്തടിച്ചേ എന്തൊരു ചോദ്യം. അപ്പോൾ ആ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് പുള്ളി ഒന്നുകൂടെ എടുക്കാമെന്ന് പറഞ്ഞത്. അപ്പോൾ അത് ആ ഒരു അതാണ് പറഞ്ഞ ഒരു അഭിനയിക്കാൻ അറിയാവുന്ന ഒരാളിനെ ഇംപ്രവൈസ് ചെയ്യാനുള്ള അവസ്ഥ ഞാൻ നേരത്തെ പറഞ്ഞത് അതാണ്. അത് കൊടുക്കണം. അപ്പോൾ ആ സീൻ നന്നാവുകയുള്ളൂ, മോശമാവില്ല. ജഗദീഷ് കുമാർ എന്ന് പറയുന്ന ഒരു അസാമാന്യ നടനാണ്. എത്ര വർഷം അഭിനയിച്ചിട്ടും ആർക്കും മടുക്കാത്തൊരു നടനല്ലേ. ആ മനുഷ്യനൊക്കെ ഇങ്ങനെ ആയിപ്പോയത് ഭയങ്കര ഒരു ദുരന്തമായിപ്പോയി. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. പറയാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ് നെടുമുടി വേണു. എനിക്ക് മെൻഷൻ ചെയ്യാതിരിക്കാൻ പറ്റാത്ത ഒരാളാണ്. എന്തൊരു ഗിഫ്റ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് നെടുമുടി വേണു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അദ്ദേഹം സിനിമയിൽ വന്ന കാലം തൊട്ട്, ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് വളരെ മുമ്പ് തന്നെ ഞങ്ങൾ തമ്മിൽ പരിചയമുണ്ട്. തിരുവനന്തപുരത്ത് ശാസ്തമംഗലത്തായിരുന്നു എൻ്റെ ഓഫീസ്. പോസ്റ്റൽ അക്കൗണ്ട്സ് ഓഫീസ് എന്നാണ് എൻ്റെ പേര്. അത് കഴിഞ്ഞിട്ട് അവിടെ അതിനടുത്താണ്, അതിന് താഴത്തെ ജംഗ്ഷൻ്റെ പേരാണ് പൈപ്പുംമൂട് ജംഗ്ഷൻ എന്ന് പറയുന്നത്. ഈ പൈപ്പുംമൂട് ജംഗ്ഷനിൽ ആണ് തമ്പ് എന്നൊരു വീടുണ്ട്. ആ വീട്ടിലാണ് നെടുമുടി വേണുവും പരിവാരങ്ങളും ഒക്കെ താമസിച്ച്. നെടുമുടി വേണു, കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, പിന്നെ EC തോമസ് എന്ന് പറയുന്ന വേറൊരു കക്ഷി, അങ്ങനെ എല്ലാവരും കൂടെ ഉള്ള ഒരു സംഘം അവിടെ താമസിച്ചിരുന്നു. ഞങ്ങളുടെ ഓഫീസിൻ്റെ മുകളിലാണ് ഞങ്ങളുടെ ഓഫീസിലെ റിക്രിയേഷൻ ക്ലബിൻ്റെ നാടകങ്ങളൊക്കെ റിഹേഴ്സൽ ചെയ്യുന്നത്. നരേന്ദ്രപ്രസാദായിരുന്നു അതിൻ്റെ സംവിധാനമൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഇത് കാണാൻ, ഈ റിഹേഴ്സലൊക്കെ കാണാൻ നെടുമുടി അവിടെ വരുമായിരുന്നു. അപ്പോഴേ നെടുമുടി സിനിമയിലൊക്കെ അഭിനയിച്ച് തുടങ്ങി, തമ്പിലൊക്കെ അഭിനയിച്ച് കഴിഞ്ഞു. അതേസമയം നാടകവും ചെയ്യുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ നാടകത്തിൻ്റെ തൊട്ടപ്പുറത്താണ് അവിടെ ഒരു സ്കൂളുണ്ട്, രാജാ കേശവദാസ് NSS ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട്. ഇതിൻ്റെ ഒരു കോമ്പൗണ്ടാണ്. അപ്പുറത്തെ കോമ്പൗണ്ടിൽ നെടുമുടി വേണു കാവാലത്തിൻ്റെ നാടകത്തിൻ്റെ റിഹേഴ്സൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ നാടകത്തിൽ തൊട്ട് അയൽക്കാരായിട്ട് നിൽക്കുകയായിരുന്നു ഞങ്ങൾ. അപ്പോൾ ചില ദിവസങ്ങളിൽ ഹോളിഡേയ്സിൽ ഞങ്ങളുടെ റിക്രിയേഷൻ ക്ലബ്, ഞങ്ങളുടെ ഓഫീസ് റിക്രിയേഷൻ ക്ലബിൻ്റെ ഞങ്ങളെന്ന് പറയാനെങ്കിൽ ഞാൻ പാടുന്ന ആളല്ല, അവിടെ പാടുന്ന 1-2 പേരുണ്ട്. ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആളാണ് മെയിനായിട്ട് നാടൻ പാട്ടുകളൊക്കെ പാടുന്ന ഒരാളുണ്ട്. ഞങ്ങൾ നാടൻ പാട്ടുകൾ പല സ്റ്റേജുകളിലും അവതരിപ്പിച്ചിട്ടുണ്ട്. ചൊൽക്കാഴ്ചയും നാടൻ പാട്ടുകളും ഞങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞാൽ കവിതകളുടെ ദൃശ്യാവിഷ്കാരം അത് ചെയ്തിട്ടുണ്ട്. പല കവികളുടെയൊക്കെ കവിതകൾ, പ്രത്യേകിച്ച് കടമ്മനിട്ട, സച്ചിദാനന്ദൻ, ഇങ്ങനെയുള്ള ആൾക്കാരുടെ, അയ്യപ്പ പണിക്കർ സാറ്, ഇങ്ങനെയുള്ള ആൾക്കാരുടെയൊക്കെ കവിതകളെടുത്ത് അതിൻ്റെ ദൃശ്യാവിഷ്കാരം ചെയ്ത് അത് സ്റ്റേജിൽ അവതരിപ്പിച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നാടൻ പാട്ടിൻ്റെ എന്തെങ്കിലും സംശയമോ അല്ലെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൂടെ വേണമെന്ന് തോന്നിയാൽ ഞങ്ങൾ പോകുന്നത് നെടുമുടി വേണുവിൻ്റെ വീട്ടിലേക്കാണ്. ഈ തമ്പെന്ന് പറയുന്ന അവരുടെ താവളത്തിലേക്കാണ്. അതിൽ വാടകയ്ക്ക് താമസിക്കുന്ന വീടാണ്. അവിടെ പോയിരുന്ന് രാവിലെ തൊട്ട് തുടങ്ങുന്ന പാട്ട് വൈകുന്നേരം സന്ധ്യ കഴിഞ്ഞിട്ടൊക്കെ ആ പാട്ട് നിൽക്കുന്നത്, അവിടുത്തെ ആ കൂടിക്കാഴ്ച തീരുന്നത്. അപ്പോഴത്തേക്കും നെടുമുടി വേണു പിന്നെ അവിടെ പാചകമൊക്കെ ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് ഒരു അലുമിനിയം കലമൊക്കെ എടുത്ത് വെച്ച് അത് വയറ്റിലിങ്ങനെ വെച്ചിട്ട് അതിൽ ആ താളം പാടുന്നത് ബാക്കിയുള്ളവർ പാടും, അദ്ദേഹവും പാടും. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ ഈ അലുമിനിയം കലം ഒരു പരുവാകും, ചപ്പി നാശമായി, അത് പിന്നെ ഉപയോഗിക്കാൻ കൊള്ളാത്ത പരുവത്തിലാവും. അങ്ങനെ പല ദിവസങ്ങളിലും ഞങ്ങളവിടെ പോയിരുന്ന് നാടൻപാട്ട് പാടിയിട്ടുണ്ട്. മങ്കമ്മ എന്ന് പറയുന്ന സിനിമയിൽ, TV ചന്ദ്രൻ്റെ സിനിമയാണ്. അതിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഈ പറഞ്ഞ പോലെ വെള്ളം അടിച്ചിട്ട് വരുന്ന ഒരു സീനുണ്ടായിരുന്നു. അതിൽ പുള്ളി ഒരു ഇതുണ്ട്, അതായത് ഈ അഴിഞ്ഞു പോയ മുണ്ട് ഒരു ലെങ്തി ഷോട്ടാണ്, ഒരു 5-6 മിനിറ്റ് ഉണ്ട് ആ ഷോട്ട്, ട്രാക്കിൽ വരുന്ന ഷോട്ടാണ്. ആ
ഇയാൾ ഈ ഈ ഈ ഷോട്ട് മുഴുവൻ എന്തൊക്കെ പറയുന്നുണ്ട്, വർത്തമാനം പറയുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഈ മുണ്ടുടുക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഈ 6 മിനിറ്റ് ശ്രമിച്ചിട്ടും ഈ മുണ്ടുടുക്കാൻ പറ്റുന്നില്ല പുള്ളിക്ക്. അത്ര ഫിറ്റ്. ഇത് അഭിനയിച്ച് കാണിക്കുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല അത്. അതേസമയം യാതൊരു തടസ്സവുമില്ലാതെ ഡയലോഗ് വരുന്നുണ്ട്, അതിൻ്റെ എല്ലാ എക്സ്പ്രഷൻസും വരുന്നുണ്ട്. ഈ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ വയ്ക്കും, ഇതിങ്ങനെ പുറത്തു പോകും. അങ്ങനെ ഇതൊക്കെ ഒരു, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഈ നോട്ടം എന്ന് പറയുന്ന സിനിമയിൽ ചാക്യാരുടെ, ആ ചാക്യാർ അവസാനം ഈ ഈ സ്റ്റേജിൽ ആ ക്യാരക്ടർ മരിക്കുന്ന ഒരു സീനുണ്ട്. അപ്പോൾ നമ്മൾ സംശയിച്ചു പോയി, ഇയാൾ ഈ ചാക്യാർ മരിച്ചു പോയോ എന്ന് തോന്നും. അത്ര സ്വാഭാവികമായിട്ടാണ് അഭിനയം ചെയ്യുന്നത്. അതൊരു ഈ സട്ടിലിറ്റീസ് എന്നൊക്കെ പറയുന്നത് അതൊരു അഭിനയത്തിൻ്റെ അങ്ങ് പാരമ്യത്തിലെത്തിയാലേ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പെർഫെക്റ്റായിട്ട് ചെയ്ത ഒരു ആളാണ്. എനിക്ക് നെടുമുടിയാണ് ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റാത്ത ഒരാളാണ് അഭിനയത്തിൻ്റെ കാര്യത്തിൽ. ഞാൻ കലാരംഗത്തേക്ക് വരാൻ പ്രധാന കാരണം കടമ്മനിട്ട രാമകൃഷ്ണനാണ്. കടമ്മനിട്ട രാമകൃഷ്ണനാണ് എന്നെ ആദ്യമായിട്ട്, ഞാനത് പറഞ്ഞു, അത് നാടകത്തിൽ അഭിനയിപ്പിക്കുന്നത്. അതൊരു പകരക്കാരനായിട്ട് നിൽക്കുകയും പിന്നെ അത് എനിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടി വരികയും അവിടം തൊട്ടാണ് പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നാടകവേദിയിൽ ഒരു സ്ഥിരം സാന്നിധ്യമായിട്ട് മാറുന്നത്. തിരുവനന്തപുരത്ത് ഓഫീസ് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള മറ്റുള്ള നാടകവേദികളിലും പോലും ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അതിനൊക്കെ കാരണം ഈ കടമ്മനിട്ടയാണ്. കടമ്മനിട്ട ശരിക്കും മദ്രാസ് ഓഫീസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അവിടെ നിന്ന് ട്രാൻസ്ഫറായിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നതാണ്. തിരുവനന്തപുരത്തേക്ക് വന്ന് അപ്പോൾ ഞാൻ വരുമ്പോഴൊക്കെ പുള്ളി ഇൻസ്പെക്ഷന് പോയിരിക്കുകയായിരുന്നു. പോയി ജോയിൻ ചെയ്തിട്ട് ഒരു 2-3 മാസം കഴിഞ്ഞപ്പോഴാണ് വന്നിട്ട് ഈ റിഹേഴ്സലൊക്കെ നടക്കുന്നത് അവിടെ. കടമ്മനിട്ട എഴുതിയ പല കവിതകളും ആദ്യം കേൾക്കുന്നത് ഞങ്ങളാണ്, ഞങ്ങളുടെ ഓഫീസിലെ ആൾക്കാരാണ്. കാരണം ഇത് ഓഫീസിലിരുന്ന് തന്നെ ചിലതൊക്കെ മിക്കവാറൊക്കെ ഓഫീസിലിരുന്ന് എഴുതിയിട്ടുണ്ട്. ഈ എഴുതിയിട്ട് അവസാനം ഇത് ചൊല്ലി കേൾപ്പിക്കും. കടമ്മനിട്ടയുടെ കവിതയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതിനെ ചൊല്ലി കേൾക്കുമ്പോഴുള്ള സുഖമാണ്. അതും മറ്റുള്ളവർ ചൊല്ലി കേൾക്കുമ്പോഴല്ല, കടമ്മനിട്ട തന്നെ ചൊല്ലുമ്പോഴുള്ളൊരു സുഖമുണ്ട്. അത് മലയാളികൾ മൊത്തം അനുഭവിച്ച് ആസ്വദിച്ച് അറിഞ്ഞ ഒരു കാര്യമാണ്. അതായത് ഒരു കാലത്ത് എല്ലാ ചായക്കടകളിലും സിനിമാ പാട്ടല്ല വെച്ചിരുന്നത്, കടമ്മനിട്ടയുടെ കവിതകളാണ്. അത് കേൾക്കാൻ ആളുണ്ടായിരുന്നു. ടാക്സിക്കാരുകളിൽ നമ്മൾ ടാക്സി കയറിയ വണ്ടിയിൽ കടമ്മനിട്ടയുടെ കവിതകളായിരുന്നത്. അത്രയ്ക്ക് ഒരു സ്വീകാര്യത ഉണ്ടായിരുന്നു കടമ്മനിട്ടയുടെ കവിതകളും കവിത ആലാപനത്തിന്, പാരായണത്തിന്. അപ്പോൾ ഇതിൽ പല കവിതകളും എഴുതുന്നത് ഞങ്ങളുടെ ഓഫീസിൽ വെച്ചാണ്. അപ്പം ഞങ്ങൾ പിന്നീട് പലപ്പോഴും ഈ ചൊൽക്കാഴ്ച, ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ ചൊൽക്കാഴ്ച അവതരിപ്പിക്കുമായിരുന്നു, കവിതകളുടെ ദൃശ്യാവിഷ്കാരം. അതിലൊക്കെ കടമ്മനിട്ടയുടെ കവിതകൾ ഒരുപാട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഐകമത്യം മഹാബലം, പിന്നെ കുറത്തി, നഗരത്തിൽ പറഞ്ഞ സുവിശേഷം എന്നൊക്കെ പറഞ്ഞു. നഗരത്തിൽ പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്ന ഒരു ഗദ്യ കവിതയാണ്. അതൊക്കെ ഗംഭീര കവിതകളാണ്. അതുപോലെ തന്നെ ശാന്ത, അത് സ്വന്തം ഭാര്യയെക്കുറിച്ച് എഴുതിയ കവിത എന്നാണ് പറയുന്നത്. ശാന്തയെ കുളി കഴിഞ്ഞ് ഈറൻ പകർന്ന് വാർകൂന്തൽ ഗോതി വകഞ്ഞ് പുറകോട്ടു വാരിയിട്ട് ആ വളക്കയ്യുകൾ മെല്ലെ അനക്കി ഉദാസീന ഭാവത്തിൽ ആ കണ്ണിണ വീണ്ടും കറുപ്പിച്ച് വരികനരികത്തിരുന്ന് സന്ധ്യാലക്ഷ്മി കീർത്തനം പോലെ ലളിത സുഭഗമായി എന്തെങ്കിലും നല്ല 4-5 വാക്കുകൾ ഓതി നിറയുക. കർപ്പൂര ദീപങ്ങളാകട്ടെ കണ്ണുകൾ, കസ്തൂരി പോലെ മണക്കട്ട വാക്കുകൾ, നിന്റെ കരാങ്കുലി സ്പർശമണികളാൽ എൻ്റെ നെഞ്ചാകയൊഴിഞ്ഞ് ഉള്ളുണർത്തുക. ഇതാണ് ശാന്തയിലെ വരികൾ. ഇത് സ്വന്തം ഭാര്യയെക്കുറിച്ച് എഴുതിയ ശാന്ത എന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര്. അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തിൻ്റെ മരണശേഷം എൻ്റെ കൊച്ചാട്ടൻ എന്നും പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം റിലീസ് ചെയ്തത് ഞാനാണ്. അപ്പോൾ ഈ കടമ്മനിട്ടയുടെ ഈ കവിതകൾക്ക് ഒരു എല്ലാ അതുപോലെ ഒരു നഗരത്തിൽ പറഞ്ഞ സുവിശേഷം എന്ന് പറഞ്ഞൊരു കവിതയുണ്ട്. ഈ നഗരത്തിൽ പറഞ്ഞ സുവിശേഷമൊക്കെ ഞങ്ങൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ള കവിതകളാണ്. അതിൻ്റെ അവസാനത്തെ വരികളെന്ന് പറയുന്നത് ഭയങ്കര രസമാണ്. അത് പലതും ഞാനല്ല ചൊല്ലുന്നത്, വേറെ എന്നെക്കാളും ചൊല്ലാൻ അറിയാവുന്ന ആൾക്കാരാണ് ചൊല്ലുന്നത്. ആകാശമേഘങ്ങളെ വാഹനമാക്കി വന്നുകൊണ്ടിരിക്കുന്ന മനുഷ്യപുത്രൻ ഈ ദുഷിച്ച നഗരത്തെ ഇല്ലായ്മ ചെയ്യും.
പാറയുടെ ഉറപ്പിന്മേൽ ഒരു പുതുനഗരം പണിതുയർത്തും. നാളും നാഴികയും അറിയായിക കൊണ്ട് എപ്പോഴും ഉണർന്നിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ കവിതകൾ. ഇത് അതുപോലെ തന്നെ കുറത്തി, കാട്ടാളൻ, ദേവീസ്തവം. ഒരു കാലത്ത് കടമ്പനിട്ട കവിത കേൾക്കാത്ത, നമ്മൾ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ കടമ്പനിട്ട കവിത കേൾക്കാതെ നമുക്ക് തിരിച്ച് വീട്ടിൽ കയറാൻ പറ്റില്ല. അത്രയ്ക്ക് പ്രസിദ്ധമായിരുന്നു, പ്രചുര പ്രചാരമുള്ള ഒരു കവിയായിരുന്നു കടമ്പനിട്ട രാമകൃഷ്ണൻ. പൊതുവെ പിശുക്കിൻ്റെ കാര്യത്തിൽ വലിയ ക്യാമനുമായിരുന്നു. ഭയങ്കര പിശുക്കാണ്. അതായത് തകഴിയുമായിട്ടാണ് പുള്ളിയുടെ പിശുക്കിനെ കമ്പയർ ചെയ്തിരുന്നത്. തകഴി പിന്നെ അവാർഡ് വാങ്ങാനൊക്കെ പോകുമ്പോൾ അത് ചെക്ക് കൊടുക്കുമല്ലോ. ആ ചെക്ക് വാങ്ങിച്ച് പുള്ളി ഉടുപ്പിൻ്റെ അകത്തൊരു പോക്കറ്റുണ്ട്, ആ പോക്കറ്റിൻ്റെ അകത്ത് വെച്ച് ആ പോക്കറ്റ് തച്ച് വയ്ക്കുമെന്നാണ് പറയുന്നത്, വേറെ എടുത്തുകൊണ്ട് പോകാതിരിക്കുക. അപ്പോൾ അതുപോലത്തെ ഒരു സ്വഭാവം കടമ്പനിട്ടയ്ക്ക് ഉണ്ടായിരുന്നതാണ്. എല്ലാവരും പറയുന്നത് അങ്ങനെയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെല്ലണം, അദ്ദേഹത്തിൻ്റെ ഒരു ആതിഥേയ മര്യാദ കാണിക്കുന്നത്. നമുക്കെന്ത് തന്നാലും മതിയാവില്ല പുള്ളി. ഞാൻ അദ്ദേഹത്തിൻ്റെ കടമ്പനിട്ടയിലെ വീട്ടിൽ പോയിട്ടുണ്ട്. വള്ളിക്കോട്ടെ വൈഫിൻ്റെ, പുള്ളി താമസിച്ചിരുന്നത് പിന്നെ വള്ളിക്കോട്ടെ വീട്ടിലാണ്. വള്ളിക്കോട് വീട്ടിലും പോയിട്ടുണ്ട്. എന്തൊരു സ്നേഹമെന്ന് പറയാം. നമ്മളെ നമുക്ക് സൽക്കരിച്ച് തീരില്ല, നമുക്ക് എന്ത് തന്നാലും മതിയാവാത്ത ഒരു വലിയ മനുഷ്യനും കൂടിയാണ് കടമ്പനിട്ട ഓഫീസിലുള്ളപ്പോഴേ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കും. എനിക്ക് അന്ന് സ്കൂട്ടറുണ്ട്, എൻ്റെ വാഹനം സ്കൂട്ടറാണെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പോയാൽ അദ്ദേഹം വേറെ ഏതെങ്കിലും പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണാനായിരിക്കും പോകുന്നത്. ഒരു ഉദാഹരണത്തിന് ഞാനൊരു ദിവസം പോയപ്പോൾ അരവിന്ദൻ്റെ വീട്ടിലേക്കാണ് പോയത്. അരവിന്ദൻ്റെ വീട്ടിലപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കയറുന്നില്ല, നിങ്ങൾ ഗുരുജി എന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്, ഗുരുജി പോയിട്ട് വന്നാൽ മതി, ഞാൻ ഇവിടെ നിന്നുള്ളതാണ്. വേണ്ട, അതല്ല, നിങ്ങളും കൂടെ വരണമെന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് കൊണ്ടുപോയി. അതുപോലെ തന്നെ പഴവുള്ള രമേശൻ, അങ്ങനെ ഏത് ആളിനെ കാണാൻ പോയാലും നമ്മളെയും കൂടെ കൊണ്ടുപോയി നമ്മളെ അയാൾക്ക് പരിചയപ്പെടുത്തി. നമ്മൾ പോകുന്നില്ല എന്ന് പറഞ്ഞാലും അത് പറ്റില്ല, നീ വന്നാൽ പറ്റുള്ളൂ എന്ന് കൊണ്ടുപോയി പരിചയപ്പെടുത്തുകയും ചെയ്യുന്ന നല്ല സ്വഭാവമാണ്. അതിനേക്കാൾ ഞാൻ പകരം വീട്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനെയുടെ ഇലക്ഷൻ പ്രചരണത്തിനൊരു പോയിട്ടുണ്ട്. ഞാൻ ആറന്മുള മത്സരിച്ചപ്പോഴേ ഇലക്ഷൻ്റെ വർക്കിന് വേണ്ടിയിട്ട് ഞാനൊരു ദിവസം പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ വീടിനടുത്ത് പുള്ളി കുറച്ച് സ്ഥലം വാങ്ങിച്ചിട്ടിട്ടുണ്ട്, ഇപ്പോൾ അത് ഇല്ല. അപ്പോൾ ആ സ്ഥലത്ത് തേങ്ങ ഇടാൻ ആറാവുമ്പോൾ പുള്ളി നേരെ എൻ്റെ വീട്ടിൽ വരും. എന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ സ്കൂട്ടറിൽ കയറി അവിടെ പോയി തേങ്ങയൊക്കെ ഇട്ട് കരിക്കുമൊക്കെ കുടിച്ച് തിരിച്ച് പുള്ളിയെ കൊണ്ടുവന്ന് തമ്പാനൂരോ എവിടെയെങ്കിലും കൊണ്ട് വിട്ടിട്ട് ഞാൻ വരും. മോഹൻലാൽ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് മോഹൻലാലിനെ എനിക്കറിയാം. മോഹൻലാൽ താമസിച്ചിരുന്നത് മുടവൻമുകൾ എന്ന് പറയുന്ന സ്ഥലത്താണ്. എൻ്റെ വൈഫിൻ്റെ വീട് മോഹൻലാലിൻ്റെ വീടും കഴിഞ്ഞ് കുറച്ചുകൂടെ അങ്ങോട്ട് പോകണം. അപ്പോൾ ഞാൻ കല്യാണം കഴിഞ്ഞ ഇടയ്ക്ക്, എൻ്റെ മാരേജ് കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ കുറച്ച് ദിവസം ആ മുടവൻമുകളിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ എന്നും രാവിലെ ഞാൻ ഓഫീസിൽ പോകാനായിട്ട് വരുമ്പോഴത്തേക്കും ലാല് കോളേജിൽ പോകാൻ സ്കൂളിൽ പോകാൻ, മോഡൽ സ്കൂളിലായിരുന്നു അന്ന് പഠിച്ചിരുന്നത്, 10ാം ക്ലാസ്സിലായിരുന്നു. സ്കൂളിൽ പോകാൻ ബസ് കയറാൻ വേണ്ടി ആ ബസ് സ്റ്റോപ്പിലുണ്ടാവും.